അമ്പമ്പമ്പമ്പമ്പമ്പോ ഒരു 2-3 ദിവസം മുമ്പ് വന്ന ഒരു ന്യൂസാണിത്. എത്ര പേരുടെ ശ്രദ്ധയിൽ പെട്ടു എന്നറിയില്ല. എൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ലെങ്കിലും എന്നെ കുറേ പേര് പെട്ടിച്ചിരുന്നു. കാരണം വയനാടിലെ ഡി അഡിക്ഷൻ സെൻറ്റർ എന്നൊരു പേര് വന്നപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചു, ഞാനെങ്ങാനും വർക്ക് ചെയ്ത ഡി അഡിക്ഷൻ സെൻറ്ററിലാണോ ഇത് നടന്നേ എന്നറിയിക്കാൻ വേണ്ടിയിട്ട്. സോ ആദ്യം തന്നെ ഈ ഒരു ഇഷ്യൂ വയനാടിൽ കേണിച്ചിറയുള്ള ഒരു റിഫോം എന്ന് പറയുന്ന ഡി അഡിക്ഷൻ സെൻറ്ററിൽ നടന്നൊരു ഇഷ്യൂ ആണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ആ ഡി അഡിക്ഷൻ സെൻറ്ററിലല്ല. ആൻഡ് ദ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് കേണിച്ചിറയുള്ള ഡി അഡിക്ഷൻ സെൻറ്ററിലും എന്നെ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ല. അപ്പം അതാണ് കുറച്ച് പേരുടെ ചോദ്യം. അതിനുള്ള റിപ്ലൈ ഫസ്റ്റ് ഓഫ് ഓൾ കിട്ടിയല്ലോ. അപ്പം നമുക്ക് ഈ വാർത്ത എന്താണെന്നുള്ളത് നോക്കാം. വയനാട്ടിൽ 63-കാരനെ ഡി അഡിക്ഷൻ സെന്ററിൽ വെച്ച് മർദ്ദിച്ചുവെന്ന് പരാതി. കുറുമ്പാലക്കോട്ടെ സ്വദേശി കുര്യാക്കോസാണ് കേണിച്ചിറയിലെ സ്വകാര്യ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നും ക്രൂരമായി മർദ്ദനമേറ്റുവെന്ന് കാണിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. കുറുമ്പലക്കോട്ടെ സ്വദേശി 63 വയസ്സുള്ള കുര്യാക്കോസ് എന്ന് പറയുന്ന ആളെ ഡി അഡിക്ഷൻ സെന്ററിലിട്ട് മർദ്ദനേറ്റു എന്ന് പറഞ്ഞിട്ട് പോലീസിൽ കേസ് കൊടുത്തു. ഇതാണ് സംഭവം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഡി അഡിക്ഷൻ സെന്ററിൽ മർദ്ദനമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പം തല്ലുന്ന ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഉണ്ടാവാം. ഈവൻ എൻ്റെ സ്ഥാപനത്തിൽ വരുന്ന പേഷ്യൻസ് തന്നെ ഒന്നിലധികം ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവർ പോയ പല ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നും തല്ലും ഉപദ്രവവും ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ അവരെൻ്റെ അടുത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എൻ്റെ ഡി അഡിക്ഷൻ സെന്ററിൽ ഈ പരിപാടികളൊന്നുമില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. എന്തുകൊണ്ടാണ് തല്ലുന്നതിന് കാരണം എന്താണ്, സാഹചര്യം എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം ഓക്കെ, നമുക്ക് ബാക്കി എന്താ എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. സെല്ലിൽ വെച്ചാണ് മർദ്ദിച്ചതെന്നും മർദ്ദനത്തിൽ പല്ല് നഷ്ടമായെന്നും കുര്യാക്കോസ് പറഞ്ഞു. എന്നാൽ മർദ്ദിച്ചുവെന്നത് തെറ്റാണെന്നും ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിച്ചതിന്റെ വൈരാഗ്യമാണ് പിന്നിലെന്നും ഡി അഡിക്ഷൻ സെന്റർ അധികൃതർ പറഞ്ഞു. സോ ഫസ്റ്റ് ഓഫ് ഓൾ സെല്ലിൽ വെച്ചാണ് മർദ്ദിച്ചത്, മർദ്ദനത്തിന്റെ ഭാഗമായിട്ട് പല്ല് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം ഓക്കെ, അതിലെനിക്ക് പറയാനുള്ളത് വൈ ഡി അഡിക്ഷൻ സെന്ററിൽ എന്തുകൊണ്ടാണ് സെല്ലുണ്ടോ എന്നാണ് ചോദ്യം. ഞാൻ വർക്ക് ചെയ്യുന്ന ഡി അഡിക്ഷൻ സെന്ററിൽ സെല്ലില്ല. ഞങ്ങൾക്ക് ഒന്നെങ്കിൽ ഡോർമെട്രി അല്ലെങ്കിൽ സിംഗിൾ റൂം മാത്രമേ ഉള്ളൂ. ഓക്കെ, ബട്ട് സെല്ല് വേണ്ട എന്നൊരു അഭിപ്രായം എനിക്കില്ല. ചില സിറ്റുവേഷനിൽ എൻ്റെ റീഹാബിലോട്ട് വരുന്ന സമയത്ത് ഞാനും ആലോചിച്ചിട്ടുണ്ട്, ഒരു സെല്ല് ഉണ്ടെങ്കിൽ നന്നായിരുന്നു. വൈ എന്ന് വെച്ചാൽ നമ്മളെ ഡി അഡിക്ഷൻ സെന്ററിൽ വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഡെയിലി അടിക്കുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്, അല്ലെ അടിക്കുമ്പം നല്ല അളവിൽ അടിക്കുന്ന കാറ്റഗറിയിലുള്ള ആളാണ്. ഇത്രയും നന്നായി മദ്യപിക്കുന്ന ഒരു വ്യക്തി അല്ലെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഇത് കിട്ടാണ്ട് വരുമ്പം അവർ കാണിക്കുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളെയാണ് വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്നത്. ഈ വിഡ്രോവൽ സിംറ്റംസിൽ തന്നെ ശാരീരിക ബുദ്ധിമുട്ട് എന്ന് പറയുന്ന, ഫോർ എൻ എക്സാമ്പിൾ, തലവേന, തലകറക്കം, ഛർദി, ഓക്കാനം, പിന്നെന്താ പറയുക, വിറയല്, തല ചുറ്റുക എന്നീ പറയുന്ന ശാരീരിക സിംറ്റംസുകൾ കുറച്ച് മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നല്ല ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ മാനസിക സിംറ്റംസ്, ഫോർ എൻ എക്സാമ്പിൾ ഹാലൂസിനേഷൻ, ഡെലൂഷൻ, ഇലൂഷൻ, മീൻസ് കേൾക്കാത്തത് കേൾക്കുക, കാണാത്തത് കാണുക, പിന്നെ തെറ്റായ ഒരു വിചാരം മനസ്സിൽ വരിക, പിന്നെ പേടി, ഭയം, പിന്നെ അതുപോലെ തന്നെ സ്ഥലകാല ബോധം നഷ്ടപ്പെടുക, സൂയിസൈഡൽ ടെൻഡൻസീസ് ഉണ്ടാവുക, നമ്മളെ തന്നെ ഭയങ്കര ഉപദ്രവിക്കുക. ഈ മാനസിക സിംറ്റംസ് വരുമ്പം മെഡിസിൻ കൊണ്ടൊന്നും പെട്ടെന്ന് കൺട്രോൾ ആവുന്ന ഒരു കാര്യമല്ല. ആ സമയം നമ്മൾ പേഷ്യൻസിനെ ഭയങ്കര ശ്രദ്ധിച്ച് ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ പേഷ്യൻസിനോ കൂടിയുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റാഫുമാർക്കോ ഉപദ്രവം പറ്റാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം നമ്മുടെ പേഷ്യൻ്റ് ഇപ്പം നേരെ ചെന്നിട്ട് വല്ല ചുമരിന് തലയിടിച്ചാൽ എന്ത് ചെയ്യും? ദേഷ്യത്തിൻ്റെ പുറത്ത് കിട്ടുന്ന കസാര എടുത്ത് കൂടിയുള്ള ഒരാളെ തല്ലിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതൊക്കെയാണ് വിഡ്രോവൽ സിംറ്റംസിന്റെ സമയത്ത് ചെയ്യുക. അപ്പം ആ സമയത്ത് ബേസിക്കലി ഒരു സെല്ല് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യൻസിനെ ആ സെല്ലിൻ്റെ ഉള്ളിൽ ഒന്ന് പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പം സെല്ല് വേണ്ട എന്നൊരു അഭിപ്രായമൊന്നുമില്ല. ഇങ്ങനെ ഹെവി വിഡ്രോവൽ സിംറ്റംസ് വരുന്ന സമയത്ത് പേഷ്യൻസിനെ കൺട്രോൾ ചെയ്യാൻ സെല്ല് നല്ലതാണ്. ആദ്യത്തെ ഒരു 3-4 ദിവസത്തേക്ക്. എന്തായാലും എൻ്റെ റീഹാബിൽ ഈ സെല്ല് പരിപാടിയൊന്നുമില്ല. എൻ്റെ റീഹാബിൻ്റെ 2 ബ്ലോക്കാണ്. ആദ്യത്തെ ഒരു 10 ദിവസം പേഷ്യൻ്റ് ഈ ബ്ലോക്കിലും, പിന്നെയുള്ള സ്റ്റേബിളായ പേഷ്യൻ്റ് 2ാമത്തെ ബ്ലോക്കിലും. ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റേബിളായ പേഷ്യൻസിൻ്റെ കൂടെയാണ് ഉണ്ടാവും. വിഡ്രോവൽ പേഷ്യൻസിൻ്റെ കൂടെ ഞാൻ അങ്ങനെ ഉണ്ടാവലില്ല. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ സെല്ല് എന്നൊരു ചോദ്യത്തിനുള്ള മറുപടി കിട്ടി. പിന്നെ ഇതിൽ തന്നെ ഡി അഡിക്ഷൻ സെന്ററുകാർ പറയുന്നുണ്ട്, എന്താണ്, ഡി അഡിക്ഷൻ സെന്ററിൽ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയിട്ടതിന്റെ വാശിക്കാണ് ആ പർട്ടിക്കുലർ വ്യക്തി ഇങ്ങനെ ഒരു കാര്യം പറയുന്നേ എന്നുള്ളത്. അപ്പൊ അതിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒന്ന്
പല്ല് പൊട്ടിയെന്നൊന്നും ഒരാൾക്ക് കള്ളത്തരം പറയാൻ പറ്റില്ല. കാരണം വായിൽ നോക്കിയാൽ അറിയാലോ പല്ല് പൊട്ടി എന്നുള്ളത്. പിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ റിപ്പോർട്ടും റെക്കോർഡ്സും ഉണ്ടാവുമല്ലോ. സോ നോട്ട് ദ പോയിന്റ്. പിന്നെ ഡി അഡിക്ഷൻ സെന്ററിലോട്ട് വരുന്ന പേഷ്യൻസ് എല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരം വരുന്ന ആൾക്കാരൊന്നുമല്ല. ചിലർക്ക് ഇങ്ങോട്ട് വരാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല. വന്നാലും ഭയങ്കര വാശിയും ദേഷ്യവും വൈരാഗ്യവും അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ മെൻറ്റാലിറ്റി ഉണ്ടാവും. അപ്പം അതിൻ്റെ ഭാഗമായിട്ടും പലരും പലതും പറയാം. പക്ഷേ ഇത് പല്ല് പൊട്ടി എന്നൊക്കെ മേ ബി പ്രൂഫ്സ് ഉണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിൽ വരുന്ന പേഷ്യൻസ് നമ്മുടെ ക്ലയൻസാണ്, അല്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റാണ്. അവരോട് നന്നായി പെരുമാറുക എന്നുള്ളത് നമ്മുടെ മാനേഴ്സാണ്. നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ എത്തുന്ന പേഷ്യൻസിന് വേണ്ട ക്ലാസ്സും കൗൺസിലിങ്ങും തെറാപ്പിയും മെഡിസിനും ഫുഡും നല്ലൊരു വർക്കൗട്ടും നല്ലൊരു അറ്റ്മോസ്ഫിയറും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മളുടെ ഡ്യൂട്ടിയാണ്. സോ അതിനപ്പുറം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഐ നെവർ സപ്പോർട്ട്. അധികം വയലൻ്റ് ആണ് നമ്മളുടെ പേഷ്യൻ്റ് എങ്കിൽ നമുക്ക് വേണമെങ്കിൽ സെഡേഷൻ കൊടുക്കാം. അല്ലാണ്ട് ഉപദ്രവത്തിനോട് ഐ നെവർ സപ്പോർട്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ബാഡ്. സെല്ലിൽ കൊണ്ടുപോയി അടിച്ച് പല്ല് കളഞ്ഞു. പല്ല് പോയിട്ടുണ്ട് ഒരെണ്ണം. പിന്നെ അവിടെ വീണപ്പം വയറിനും ഇവിടെ അടിച്ചു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ബോധമില്ലാണ്ടായിപ്പോയി. പിന്നെ നേരം വെളുക്കാൻ കാലത്ത് വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം തന്നില്ല. പിന്നെ രാവിലെ ഒരു ഗ്ലാസ് ചായ വേറെ അവിടുന്ന് സെല്ലിൽ കിടക്കുന്നു, വേറെ വാർഡിൽ കിടക്കുന്നു കൊണ്ട് തന്നിട്ടുണ്ട്. പിന്നെ രണ്ടോ മൂന്നോ ദിവസം അവിടെ കിടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂസിന്റെ പകുതി ഭാഗങ്ങളിൽ പറയുന്നത് ഡി അഡിക്ഷൻ സെന്ററിൽ ഉണ്ടായിട്ടുള്ള ഉപദ്രവങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തൊക്കെ നമുക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും ഒക്കെ ബേസിക്കലി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ബാഡ്. കാരണം എല്ലാ മനുഷ്യന്മാർക്കും ഇറ്റ്സ് ആൻ ഇൻഹറന്റ് വർത്ത്. ഡി അഡിക്ഷൻ സെന്ററിലുള്ള ആൾക്കാർക്ക് പോലും എന്തുകൊണ്ടാണ് ഒരാൾ ഇങ്ങനെ കള്ളു കുടിക്കുന്നതെന്ന് മനസ്സിലായില്ലേ, പിന്നെ ആർക്ക് മനസ്സിലാവാനാണ്? നമ്മുടെ ലോകാരോഗ്യ സംഘടന കണ്ടുപിടിച്ചിട്ടുള്ള ഒരു രോഗമാണ് മദ്യാസക്തി എന്ന് പറയുന്നത്. ഒരു രോഗത്തിന്റെ ഭാഗമായിട്ടാണ് അവരിങ്ങനെ അനിയന്ത്രിതമായി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളാണ് അവരെ ആശ്വാസം കൊടുത്ത് കമ്പനിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നിർത്തേണ്ടത്. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു ക്രൂരത നടക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ബാഡ്. ബിക്കോസ് നല്ല പ്രായമായിട്ടുള്ള ഒരാളാണ്, 63 വയസ്സുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് നെഞ്ചിൽ വേദന വന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് വി നീഡ് ടു മൂവ് ഓൺ ഫോർ ഫർദർ വലിയ ഇൻവെസ്റ്റിഗേഷനിലോട്ട് പോകേണ്ടതാണ്. ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വീട്ടുകാരോട്, ഈ വീഡിയോ കാണുന്ന വീട്ടുകാരോട് പറയാനുള്ളതാണ്. എനിക്ക് നിങ്ങളുടെ സൈഡ് നന്നായിട്ട് മനസ്സിലാവും. എത്രയോ അമ്മമാരും ഭാര്യമാരൊക്കെ എൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് അവരനുഭവിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ. പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മക്കളെയോ ഭർത്താവിനെയോ ആരെങ്കിലും ഒരാളെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിടുമ്പോൾ നോക്കിയും കണ്ടും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നല്ലൊരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ തന്നെ കൊണ്ടുപോയിടണം. ഏതെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ടിട്ട് ഇതുപോലെ ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, പണ്ട് 2 പെഗ് അടിച്ച് പോയവൻ തിരിച്ചു വരിക 10 പെഗ് അടിച്ചിട്ടായിരിക്കും. അത് നിങ്ങൾ എപ്പോഴും ഓർക്കണം. ഒരു അസുഖത്തിന് ഒരു വ്യക്തിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് നല്ല സ്ഥലങ്ങളിലായിരിക്കണം. ചിലപ്പോൾ അവിടെ പൈസ കൂടുതലായിരിക്കാം, ചിലപ്പം പൈസ കുറവുള്ള സ്ഥലത്ത് പോകാമെന്ന് നമ്മൾ കരുതും. പൈസ കുറവാകുമ്പം അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവും. ഡി അഡിക്ഷൻ സെന്ററിൽ പോകുന്നതിന് മുമ്പ് നന്നായിട്ട് ആലോചിക്കുക, നന്നായിട്ട് അതിനെക്കുറിച്ച് അറിയുക, അവിടെ പോവുക, അന്വേഷിച്ചാൽ മാത്രം പോരാ. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവരെ കാണാൻ പോവുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കുക. അല്ലാണ്ട് ഒരിക്കലും കള്ളു കുടിയാണ്, നല്ല കുടിയനാണ്, എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടട്ടെ അങ്ങ് നന്നായി വരുമെന്ന് കരുതരുത്. നന്നാവാനുള്ള ഒരു അവസരവും ഒരു സാഹചര്യവും അതേസമയം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്ലയൻറ്റിന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. ഇപ്പോൾ ക്ലയൻറ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ റീഹാബിൽ ചെയ്യുന്ന ആൾക്കാർ. ശരിക്കും പറഞ്ഞാൽ ഡി അഡിക്ഷൻ സെന്ററിൽ ഒരു പേഷ്യൻറ്റിനെ എത്തിക്കുക എന്ന് പറയുന്നത് വെറും 10%. 30% ഞങ്ങളുടെ കയ്യിലാണ്. കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുക. വെറും 40% നമ്മളുടെ കയ്യിലുള്ളൂ. പകുതിൻ്റെ മുകളിൽ എന്ന് വെച്ചാൽ 60% ആ പേഷ്യൻ്റെ കയ്യിലാണുള്ളത്. അവിടെ ആ വ്യക്തി നന്നാവണമെങ്കിൽ ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ്. നന്നാവണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതും വിഷമം വരുമ്പോൾ തോളോട് ചേർത്ത് വെക്കുന്നതുമായിട്ടുള്ള കുറച്ച് ആൾക്കാരെയാണ്. അതിന് പകരം ഈ തല്ല് കുത്ത് ചവിട്ട് എന്നൊക്കെ ആണെങ്കിൽ എവിടെയാണ് അയാൾ മാറുക, എവിടെയാണ് അയാൾ മാറ്റം ഉണ്ടാവുക? സോ ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള എൻ്റെ മെയിൻ റീസൺ, ഞാൻ വയനാട് ഡി അഡിക്ഷൻ സെൻ്ററിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന റീഹാബിലാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായത്. ഞാൻ വർക്ക് ചെയ്യുന്ന റീഹാബിലല്ല, ഞാനവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 കൊല്ലമായി. ഇങ്ങനെ തല്ലും കുത്തും ചവിട്ടൊക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ ഞാനവിടെ വർക്ക് ചെയ്യാൻ നിൽക്കില്ല. ഞങ്ങളുടെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഈവൻ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്നു പോയിട്ടുള്ള എത്രയോ ക്ലയൻസ് ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ സ്ഥാപനം, എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ അതിൽ പറയാത്തത്. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, കുറേ ആൾക്കാർ കാണുന്ന വീഡിയോസാണ്.
അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ആർക്കെങ്കിലും എൻ്റെ സ്ഥാപനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് അടിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ബയോയിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് കാണാൻ പറ്റും. ആ പേജിൽ DM ചെയ്ത് ചോദിക്കാം. എൻ്റെ സ്ഥാപനവും റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, സോ ഹോപ്പ് ദിസ് കുര്യാക്കോസ് ഏട്ടന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള എന്താണ് കുര്യാക്കോസ് ഏട്ടൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ശിക്ഷ ഓപ്പോസിറ്റിലെ ആൾക്കാർക്ക് കിട്ടട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ആ കേസ് ഇവിടം കൊണ്ട് വിടരുത്. നമ്മൾ നേരിട്ട പ്രശ്നത്തിന് നീതി കിട്ടുന്നത് വരെ പോരാടാനുള്ളൊരു കഴിവ് ഉണ്ടാവണം. ഓക്കെ, so stay tuned for the next video and thank you. Tata, bye bye.